എല്ലാവർക്കും ഷജിലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പിസ്സ സാൻഡ്വിച്ചാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് റെഡിയാക്കി എടുക്കാം. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം നമുക്ക് സാൻഡ്വിച്ച് റെഡിയാക്കാനുള്ള ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സ്ലൈസ് ബ്രെഡ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡൊന്നും പൊട്ടാതെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി സാൻഡ്വിച്ചിൽ ചേർത്ത് കൊടുക്കാനുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാപ്സിക്കം, സവാള, തക്കാളിയൊക്കെയാണ്. ഇതൊക്കെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ വലിയൊരു ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പകുതി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. കോഴിമുട്ടയുടെ മിക്സ് റെഡിയാക്കി എടുക്കാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. രണ്ട് കോഴിമുട്ട ഈ ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഓരോ വെജിറ്റബിൾസും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കാൻ ഒരു പാന് വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബട്ടർ നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡിന്റെ പീസ് വെച്ച് കൊടുക്കാം. ഇനി ഇതിന്റെ സെൻട്രലായിട്ട് കോഴിമുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ പിസ്സ ചീസ് വെച്ച് കൊടുക്കാം. മൊസറല്ല ചീസോ ഏത് ചീസ് വേണമെങ്കിലും ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഒറിഗാനോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒറിഗാനൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പിസ്സയുടെ അതേ ടേസ്റ്റ് കിട്ടും. ഇനി ബ്രെഡിൻ്റെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തത് വെച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 2 ഭാഗം തിരിച്ചിട്ട് കൊടുത്ത് ക്രിസ്പി ആക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഭാഗം നന്നായിട്ട് തന്നെ ക്രിസ്പി ആക്കി എടുക്കണം. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്നും മാറ്റാം. ഇപ്പോൾ ഒരു സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ പിസ്സ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാം. ഇനി സാൻഡ്വിച്ച് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ സാൻഡ്വിച്ച് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചീസൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.